ഹായ്, പിന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം വീട്ടിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് തയ്യാറാക്കാം. അതിന് വേണ്ട ചേരുവകള് 2 കപ്പ് കുതിർത്ത പച്ചരിയും 1/4 കപ്പും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 കപ്പ് ശർക്കര ഉരുക്കിയതും 1 പിഞ്ച് ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഓരോ ടീസ്പൂൺ വീതം നല്ല ജീരകവും കറുത്ത എള്ളും പിന്നെ 1/4 കപ്പ് കുത്തിയരിഞ്ഞ തേങ്ങയും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് നമ്മുടെ വേവിച്ച ചോറും ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കായ കൂടി വേണം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കുതിർത്ത പച്ചരിയും ചോറും ഈ ഏലക്കായും അതുപോലെ അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇനി അരച്ച് ഈ മാവിലോട്ട് നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരണം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടാണ് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അത് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ വറുക്കാത്ത തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 3-4 ദിവസം നമുക്ക് ഉണ്ണിയപ്പം കേടാവാതെ നിൽക്കണമെങ്കിൽ വറുത്തിട്ടും തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ നല്ല ജീരകവും കറുത്ത എള്ളും ഉപ്പും ബേക്കിംഗ് സോഡ കൂടിയും ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഓവർ ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയിലുള്ള മാവും ആവാൻ പാടില്ല. ഇതാണ് ഈ മാവിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലെ മാവ് പുറത്തേക്ക് വരുന്ന ടൈമിൽ തന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ 2 ഭാഗവും ഒരേപോലെ നമുക്ക് ഉണ്ണിയപ്പം കിട്ടുക. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടിട്ട് 6 ഭാഗം നമ്മൾ വേവിച്ചെടുക്കണം. ഇനി 2 ഭാഗവും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കി മാവും ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലേ നമുക്ക് നല്ല ഷേപ്പിൽ ഉണ്ണിയപ്പം കിട്ടും. 2 ഭാഗവും ഒരേപോലെ ആയിട്ടാണ് നമുക്ക് ഉണ്ണിയപ്പം കിട്ടുക. ഇനി നമ്മൾ ബാക്കി മാവ് കൂടെ ഫുള്ളായിട്ട് കഴിയുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണ്, 2 ഭാഗവും ഒരുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.